ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ അതാ ഞങ്ങൾ നന്നായിട്ട് ഒരുങ്ങി ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ് ഗൈസ്. പക്ഷേ പോകുന്ന വഴിക്ക് ഇപ്പം സമയം 12:30. അപ്പോൾ നമ്മൾ ഇപ്പോൾ നാളെ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്കൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ ഓഡിറ്റോറിയത്തിലൊക്കെ പോയാൽ മതി. നമ്മളവിടെ പെണ്ണും ചെറുക്കൻ റിസപ്ഷൻ സമയത്ത് കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വരുന്നു. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നാട്ടിലെ കല്യാണം ഒക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായത് വളരെ ഫാസ്റ്റായിട്ട് നടക്കും, വേഗം കെട്ടും. അവിടെ ബാംഗ്ലൂരിലെ പോലെ കുറേ നേരം റിസപ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുങ്ങി കെട്ടി പോയപ്പോൾ പകുതി വഴി എത്തിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി അവിടെ വിളിച്ചൊന്ന് ചോദിക്കാം, ചേട്ടൻ്റെ അമ്മയോടും സിസ്റ്ററിനോടും ഒക്കെ ചോദിച്ചു എന്തിനാണ് ഇനി വരുന്നത്. അവിടെ പെണ്ണും ചെറുക്കനും പോയി, അവർ ലാസ്റ്റ് ട്രിപ്പ് ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ വന്നു അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പ്ലാനൊക്കെ മാറ്റി കല്യാണത്തൊക്കെ ഒരുക്കിയതൊക്കെ വേസ്റ്റായി. എങ്കിലും നമ്മൾ തളരില്ല. നമ്മളപ്പോൾ വിചാരിച്ചു നമുക്ക് നല്ല അടിപൊളി ഊണാണ് നമ്മൾ മിസ് ചെയ്തത്, നല്ലൊരു നാടൻ സദ്യ മിസ്സായി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നാടൻ സദ്യ തേടി ഞങ്ങൾ അങ്ങനെ പോവാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കല്യാണ സദ്യ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതേപോലത്തെ ഒരു സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. ഓക്കെ, അതാ ഇതിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് ഗൈസ്, ഓലൻ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാം എന്ന് തോന്നുന്നു. ഓലൻ്റെ ഇതുപോലെ തന്നെ നല്ല ലഞ്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് പോവാം. നമ്മൾ ചിരിക്കുകയാണ് ഓലൻ്റേക്ക്. ലിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഓ, ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് എല്ലായിടത്തും ഡെക്കറേഷൻ. അപ്പോൾ നല്ല നാടൻ ഊണ് നമുക്ക് കഴിക്കാം. അങ്ങനെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ കിട്ടും. കല്യാണത്തിന് പോയില്ലെങ്കിൽ എന്താ നമ്മളത് കഴിക്കാൻ പോകും. അപ്പോൾ മതി പിന്നെ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാവാം. കഴിച്ചു അങ്ങനെ സദ്യ കഴിച്ചില്ല എന്നുള്ള വിഷമം കേട്ടോ. എല്ലാം കഴിച്ചോട്ടെ. എനിക്കൊന്നും ഒരു കല്യാണത്തിനെക്കാട്ടി സൂപ്പർ സദ്യയാണ് ഞങ്ങൾ കഴിക്കുന്ന കഴിച്ചു. കിട്ടാത്തതിരി പൊളിക്കാന്നറിയാം, പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ വയ്യ. വരികയും രാവിലെ നമുക്ക് അടപ്രഥമൻ ഇപ്പോൾ പായസമാണ് ഉണ്ട്, വെച്ചാൽ രസമുണ്ട്, മോരുണ്ട്, എന്താ സൂപ്പർ. ഇനി ഞാനൊന്ന് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര ഹാപ്പിയായി. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ സദ്യ കഴിച്ചു, നാടൻ സദ്യ എല്ലാം കഴിച്ച് ഹാപ്പിയായിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.